ഹലോ. ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ തിയേറ്ററിൽ പ്രോഫിറ്റാണ് പടം. നിങ്ങൾ വിശ്വസിച്ചാ? ഞാൻ വിശ്വസിച്ചില്ലടാ. അതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പുള്ള റിസർച്ച് നമ്മൾ നടത്തി, രണ്ട് തലത്തിലുള്ള റിസർച്ച്. രണ്ടാമത്തെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുണ്ടാ. ഞെട്ടാൻ റെഡിയാണോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ കിട്ടിയ ഒരു റിസർച്ചിൻ്റെ ഒരു സമ്മറി പരിപാടി നമ്മൾ പറയാം. അതായത് ടോട്ടൽ ബഡ്ജറ്റ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് 4,50,00,000 രൂപയാണ്. ലോ ബഡ്ജറ്റ് പ്രൊഡക്ഷനായിരുന്നു. ബോക്സ് ഓഫീസ് കളക്ഷൻ 6,50,00,000 കിട്ടി. സോ ടോട്ടൽ അതിനകത്ത് ഒരു 2 കോടിയുടെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് 44% റിട്ടേൺസ്. എനിവേ, നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്പ്ലിറ്റപ്സ് ഉണ്ട്. കാരണം പല കാര്യങ്ങളും ഇവർ ഇതിനകത്ത് റിവീൽ ചെയ്തിട്ടില്ല. എന്നാൽ നമ്മളത് മാർക്കറ്റ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് മാച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്രയായിരിക്കും പ്രോഫിറ്റ് ടോട്ടൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് അതിൻ്റേതായ ഒരു കാര്യങ്ങളിലേക്ക് കിടക്കാം. ലീഡ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞത് ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ, റോണി ഡേവിഡ് രാജ, SI സച്ചിൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ പുള്ളി. പിന്നെ അതേപോലെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് കുറേ പേരുണ്ട്. കോട്ടയം നസീർ, സീമാജി നായർ, ക്ലാരിസി, ജോൺ മാത്യു, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. ഡയറക്ടർ അറിയില്ലേ? രാഹുൽ ജി ആൻഡ് ഇന്ദ്രനീൽ GK. പ്രൊഡ്യൂസർ സോഫിയ പോളാണ്. റൈറ്റേഴ്സും ഈ രാഹുൽ ജിയും ഇന്ദ്രനീലും കൂടി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ മ്യൂസിക് റാസി എന്ന് പറയുന്നത്. പിന്നെ എഡിറ്റർ ചാമൻ ചാക്കോ. പ്രൊഡക്ഷൻ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ കാര്യഗൗരവത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് പടം ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ചിട്ട്, അതായത് ശ്രീനിവാസൻ്റെ അല്ല കേട്ടോ, വിനീത് ശ്രീനിവാസൻ്റെ കൂടെ അല്ലാതെ ചെയ്തിട്ടുള്ള പടങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ തന്നെയാണ്. അതിലെ ഒരു ബോഡി അപ്പിയറൻസ് മാത്രമാണ് എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുള്ളൂ. എന്നാലും ഓക്കെയാണ്. എനിക്ക് ഈ പടം ഓക്കെ ഒരു മൂവിയായിരുന്നു. ഞാൻ OTT കണ്ടത് പടം. അത്യാവശ്യം രസമൊക്കെ ഉണ്ട്. എന്നാലും കുറേ കില്ലിങ്ങൊക്കെ ഭയങ്കര കൂടുതലായി പോയി എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിവേ, അതൊക്കെ എന്തെങ്കിലും ആകട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഇപ്പോൾ വിഷയത്തിലേക്ക് വരാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പല കാര്യങ്ങളും, കുറച്ച് കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റാണ് നമ്മൾ പറയാനായിട്ട്. അതേപോലെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ലീഡ് ആക്ടേഴ്സ് പ്രൊഡക്ഷൻ കോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ധ്യാൻ ശ്രീനിവാസിന് ഒരു 60 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഈ 4.5 കോടിയുടെ സ്പ്ലിറ്റപ്പാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു 60 ലക്ഷമാണ് പുള്ളിയുടെ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിജു വിൽസൺ, റോണി ഡേവിഡ് രാജ എല്ലാവർക്കും കൂടിയിട്ട് ഒരു 40 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഡയറക്ടേഴ്സിന് ഒരു 25 ലക്ഷം, അത്രയൊന്നും ഉണ്ടാവില്ല, എന്നാലും അതൊരു എസ്റ്റിമേറ്റഡ് ആണ്. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഒരു 8 ലക്ഷം, അതൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. പിന്നെ അതുകൂടാതെ റൈറ്റേഴ്സിന് ഒരു 8 ലാക്സ്, അതും കോ റൈറ്റേഴ്സിനും കൂടിയിട്ടുള്ളത്. അപ്പോൾ അതും ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ലൊക്കേഷൻസ് കേരള മൾട്ടിപ്പിൾ ടൗൺസിൽ ഒരു 55 ലക്ഷം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതൊക്കെയാണ് അതിൻ്റെ ഒരു ട്രേഡ് പാറ്റേൺസ് വരുന്നത്. പിന്നെ സെറ്റ്സ്, കോസ്റ്റ്യൂംസ്, ടെക്നിക്കൽ ഡെപ്സ് ഒക്കെ കൂടിയിട്ട് ഒരു 75 ലക്ഷം. പോസ്റ്റ് പ്രൊഡക്ഷൻ, VFX അങ്ങനത്തെ പരിപാടികളൊക്കെ കൂടിയിട്ട് 50 ലക്ഷം. ഇതൊക്കെ കംപ്ലീറ്റ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സും അസംഷൻസും ആണ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ട്രെയിലേഴ്സും ടീസേഴ്സ് അതേപോലെയുള്ള പരിപാടികൾ, പ്രൊമോഷണൽ പരിപാടികളായിട്ട് ഒരു 10 ലക്ഷം, പോസ്റ്റേഴ്സിനും കൊളാക്ടറൽസിനും കൂടിയിട്ട് ഒരു 5 ലക്ഷത്തിൻ്റെ അടുത്തും, പ്രസ് മീറ്റ്സ് ബാക്കിയുള്ള കാര്യത്തിന് ഒരു 5 ലാക്സും, ഡിജിറ്റൽ സോഷ്യൽ മീഡിയയിൽ ഒരു 15 മുതൽ ഒരു 20 ലക്ഷം വരെയും, അതേപോലെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന് ഒരു 10 ലക്ഷം രൂപ വരെയും അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകാം. ഇതൊക്കെ എസ്റ്റിമേറ്റ് ആണ് കേട്ടോ. എംഫസൈസ് ഡിജിറ്റൽ മീഡിയ ക്യാമ്പയിൻസ് നമുക്ക് ഏകദേശം ഓക്കെ ആയിരിക്കും. അത് ഒരു 1 ലക്ഷത്തിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ റിലീസ് കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിക്കൽ റിലീസായത് May 23, 2025 നമ്പർ ഓഫ് സ്ക്രീൻസ് 125 ഇന്ത്യയിലും GCC മാർക്കറ്റിലും കൂടിയിട്ട് കേട്ടോ. അത് ട്രേഡ് റിപ്പോർട്ടിങ്ങിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഇൻ ഹൗസ് തന്നെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ബോക്സ് ഓഫീസ് കളക്ഷൻ അറിയേണ്ടത് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ഡേ ഗ്രോസ് ഇന്ത്യയിൽ 69 ലക്ഷം. 7th ഡേ ഗ്രോസ് വേൾഡ് വൈഡ് 4.02 ക്രോഡ്സ്. 10th ഡേ വേൾഡ് വൈഡാണ് 5.6 ക്രോഡ്സ്, അതായത് 5,56 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെയാണ് വരുന്നത് കേട്ടോ. ലൈഫ് ടൈം ഇന്ത്യ ഗ്രോസ് എന്ന് പറയുന്നത് ഒരു 6.5 കോടിയെ നമുക്ക് കണക്കിയാക്കാം. പിന്നെ അതേപോലെ ലൈഫ് ടൈം ഓവർസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി. വേൾഡ് വൈഡ് ലൈഫ് ടൈം കളക്ഷൻ കിട്ടിയിട്ടുള്ളത് 7.67 ക്രോഡ്സ്. നെറ്റ് കളക്ഷൻ ഇന്ത്യയിൽ മാത്രം 6.5 ക്രോഡ്സ്. അതിൽ തിയേറ്ററിക് ഷെയർ പോകുന്നത് 3.6 ക്രോഡ്സ്.
ടാക്സ് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70 ലക്ഷം. അതുകൂടാതെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.8 ക്രോസ്. ഇതൊക്കെ ഈ 3 കാര്യങ്ങൾ ലാസ്റ്റ് പറഞ്ഞ് നമ്മൾ എസ്റ്റിമേറ്റ് ആണ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പറഞ്ഞതാണ്. പിന്നെ OTT പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ് ആണ്. OTT റൈറ്റ്സ് എത്രയ്ക്കാണ്? 2.25 കോടിക്കാണ് റിസർവ് ചെയ്തതെന്നുള്ളത് ട്രേഡ് എസ്റ്റിമേറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ സാറ്റലൈറ്റ് TV റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ലക്ഷം. യൂഷ്വൽ ഫോർ 2025 ആണ് മിഡ് ടയർ ഫിലിംസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, ഒരു 60 ലക്ഷമാണ്. ഓഡിയോ റൈറ്റ്സ് റവന്യൂ ഒരു 20 ലക്ഷത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞത് 10,52,00,000ആണ്. ടോട്ടൽ എക്സ്പെൻസ് വരുന്നതോ 5,05,00,000. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 5,47,00,000 രൂപ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കുറച്ച് എസ്റ്റിമേറ്റഡ് കാര്യങ്ങളാണ് ഇതിനകത്ത് കൂട്ടിയിട്ടുള്ളത്. എനിവേ എങ്ങനെയല്ലെങ്കിൽ തന്നെ മിനിമം ഒരു 2 കോടിയുടെ അടുത്ത് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ പൊന്നു ഉജ്ജ്വല ധ്യാനേ, ഒരു പടം പ്രോഫിറ്റ് ആയതിൽ നമുക്ക് വളരെ സന്തോഷം. ധ്യാനിനെ എല്ലാവർക്കും ഇഷ്ടമുള്ളവരാണ്. എന്നെപ്പോലെ തന്നെ നിങ്ങളും ധ്യാനിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ധ്യാനിൻ്റെ ഒരു പടം കൂടുതൽ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാനുണ്ടോ, നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ അടുത്ത പടത്തിൻ്റെ പരിപാടികളായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.